ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കൂർക്കൻ്റെ സീസണാണല്ലോ അല്ലേ? എല്ലാ സ്ഥലത്തും കൂർക്ക കിട്ടാനുണ്ട്. പക്ഷേ പലരും അത് വാങ്ങിക്കാൻ മടിക്കുന്നുണ്ട്. കാരണം എന്താ, കയ്യിലൊക്കെ കറവാവും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത്. കുറച്ചൊരു ബുദ്ധിമുട്ടുമാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കൂർക്ക വാങ്ങാതെ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് കയ്യിലൊന്നും കറയാവാതെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ ഒരു 1/2 കിലോ നല്ല നാടൻ കൂർക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതാ കണ്ടല്ലോ, വെള്ളം കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അതിലെ മണ്ണൊക്കെ പോകുന്നവരെ നല്ലപോലെ കഴുകിയെടുക്കണം. ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂർക്കലിൻ്റെ ആ ഒരു ലെവലിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കൂടുതലും ആവരുത്, കുറയുകയും ചെയ്യരുത്. ആ മേളിൽ പൊന്തി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് ഒരു വിസിലിന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലടിച്ചാൽ ഓഫ് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം ഇതിലെ ബാക്കിയുള്ള എയറൊക്കെ കളഞ്ഞ് കുക്കർ തുറന്ന് നോക്കാം. കൂർക്ക ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം മാറ്റി നല്ല സാധാ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം, തണുത്ത വെള്ളം. 2 തവണ വെള്ളം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇതാ കണ്ടല്ലോ, കൈകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കൂർക്കയുടെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ കിട്ടും. കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് പറയുന്നത്, ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലിനെ വേവിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രഷർ ഒഴിവാക്കി അപ്പോൾ തന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേ ഈ കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. ഇതെല്ലാം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യം ചാക്കിലോ കട്ടിയുള്ള കവറിലോ ആക്കി തല്ലിയിട്ട് എടുക്കുകയായിരുന്നു ചെയ്തത്. എന്നാലും നമ്മളെ കയ്യിൽ കറയാവും. നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കറയാവും. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഇതാ കണ്ടല്ലോ, തീരെ കറയായിട്ടൊന്നുമില്ല. എല്ലാ കൂർക്കയും ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്